ഇളയ ദളപതിയായിട്ടുള്ള, ഇപ്പോൾ ഇളയതല്ല, കുറച്ച് മൂത്ത് കേട്ടോ. രജനീകാന്തൊക്കെ ഇപ്പോൾ ഏകദേശം സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറിയപ്പോൾ ഇതേ മൂത്തു. അപ്പോൾ മൂത്ത ദളപതി എന്ന് പറയാം. വിജയ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ പാടി ഡാൻസൊക്കെ ചെയ്ത് പാർട്ടിയൊക്കെ ഉണ്ടാക്കി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തമിഴക വെട്രി കഴകത്തിൻ്റെ ഒരു പ്രാദേശിക നേതാവ് ഒരു വിക്രം, 33 വയസ്സ് പ്രായമുള്ളൂ, ഭാര്യയും മകളുമായി വളരെ സന്തോഷത്തോടു കൂടി താമസിക്കുകയായിരുന്നു പുതുക്കുറിച്ചിയിൽ. അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വട്ടപ്പലിശയ്ക്ക് പൈസ എടുക്കാറുള്ളത്. ഈ വട്ടപ്പലിശ എന്ന് പറഞ്ഞാൽ പേര് പോലെ ഒരു വട്ടടിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് പൈസ കിട്ടും, ഡോക്യുമെൻറ്റുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ജാമ്യം നിൽക്കാതെ ഷുവർട്ടി കൊടുക്കാതെ പെട്ടെന്ന് പൈസ കിട്ടും. പക്ഷെ വല്ലാത്ത പലിശയാണ്. റോൾ പലിശക്കാരുണ്ട്. റോൾ പലിശക്കാർ എന്ന് പറഞ്ഞാൽ രാവിലെ 900 രൂപ തരും, വൈകുന്നേരം 1000 രൂപ കൊടുക്കണം. ഈ ബിസിനസ് ചെയ്യുന്ന അമ്മമാരെല്ലാം ഈ വിഴിഞ്ഞത്തു നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ഒരുപാട് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ വട്ടിപ്പലിശ എടുക്കുകയും റോൾ മീറ്റർ എന്നാണ് പറയുന്നത്. റോൾ മീറ്റർ പലിശ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലരാണെങ്കിൽ 800 രൂപ രാവിലെ കൊടുക്കും, 1000 രൂപ തിരിച്ചു കൊടുക്കണം വൈകുന്നേരം. ചിലരാണെങ്കിൽ 900 കൊടുക്കും, വൈകുന്നേരം 1000 രൂപ. എങ്ങനെയായാലും ഒരു കൊള്ളയാണത്, ലോക കൊള്ളയാണത്. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് എടുക്കും. പക്ഷേ ഇവർക്ക് ഈ വട്ടപ്പലിശ കൊടുക്കുന്നവർക്കൊക്കെ ഗുണ്ടകളും അവർക്ക് വലിയ കൊട്ടേഷൻ സംഘമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊന്ന് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ ഫാമിലിയുടെ കാര്യം പോക്കാം, വാങ്ങുന്ന ആളുടെ കാര്യം പോക്കാം. ഇത് സാർവത്രികമായുള്ള കാര്യമാണ്. നമ്മൾ ഈ മുദ്രാ ലോണുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്ക് ഇതൊന്നും അറിയുകയോ കിട്ടുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങൾ ഇപ്പോഴും വളരെ കഷ്ടത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെ തന്നെയാണ്. നമ്മൾ GDP-യിൽ വളരെ മുകളിലാണ്. ഇപ്പം ലോകരാജ്യങ്ങളെ മൊത്തം നമ്മൾ പിടിക്കും. ചൈനയ്ക്കും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ജർമ്മനിയുടെ മുകളിൽ നമ്മളെത്തി, ജപ്പാന് താഴെയാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും വട്ടപ്പലിശയും ഇതുപോലത്തെ പരിപാടികളാണ്. അപ്പോൾ വിക്രം പലിശയ്ക്കെടുത്തു. ഇനിയാണ് അടുത്ത കഥയുടെ അടുത്ത ഭാഗം. പലിശയ്ക്കെടുത്ത് ഒരു 30,000 രൂപ പെൻഡിങ് വന്നു. 2 ലക്ഷത്തി സംതിങ് എടുത്തു. പക്ഷേ 30,000 രൂപ അടവ് വന്നപ്പോൾ പെൻഡിങ് വന്നപ്പോൾ 6,000 രൂപ അതിന് പലിശ ഉടനെ കൊടുക്കണം. ഉടനെ പലിശ കൊടുത്തില്ലെങ്കിൽ വട്ടപ്പലിശക്കാരൻ്റെ ഡിമാൻഡ് എന്താണെന്നറിയാവോ? ഈ വിക്രമിൻ്റെ ഭാര്യയെയും മോളെയും അയാൾക്ക് കൊടുക്കണം. എന്തിന്? കല്യാണത്തിനല്ല, അയാളോടൊപ്പം രാത്രി ചിലവഴിക്കാൻ. അത് ഭാര്യയെ മാത്രം വിളിച്ചു മോളെ മാത്രം വിളിച്ചെന്ന് കേട്ടാൽ ഒരു ലോജിക്ക് അതിനും ലോജിക്കില്ല. എന്നാലും ഒരു എന്താ പറയുക, ഒരു ചെറ്റത്തരത്തിലൊരു മര്യാദ ഉണ്ടെന്ന് പറയാം. അതേ ഉള്ളൂ ആ വാക്ക്. ഒരു ചെറ്റത്തരമാണ്, ഒരു കൂതറ പ്രവർത്തനമാണ്, എന്നാലും അതിലൊരു മര്യാദയുണ്ട്. ഇതൊരു മര്യാദയില്ല. അമ്മയും മകളെയും എന്ന് പറഞ്ഞാൽ ഭാര്യയും മകളെയും, വിക്രമിൻ്റെ ഭാര്യയെയും വിക്രമിൻ്റെ മകളെയും, 33 വയസ്സുകാരന് എത്ര വയസ്സുള്ള മകളായിരിക്കും? 10, 18, 19, 20 വയസ്സിനകത്ത്, അല്ലെ 13 വയസ്സ് എന്തായാലും കല്യാണം കഴിക്കത്തില്ലല്ലോ. 10, 18 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും. ആ പെൺകുട്ടിയെ വട്ടപ്പലിശക്കാരൻ ചോദിച്ചിരിക്കുന്നു. അതിൽ മനം നൊന്ത് നമ്മുടെ വിജയിയുടെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ കോയമ്പത്തൂർ പുതുച്ചേരിയിൽ നടന്നൊരു കഥ കേരളത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ, ഇവിടെയും കൊള്ളപ്പലിശയും ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും, നമ്മളിവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു രാജൻ മരിച്ചത് ഓർമ്മ വേണം നമുക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രാജനെയാണ് ആമീനും അതുപോലെ കൂടെ വന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹവും ഭാര്യയും മണ്ണെണ്ണ ഒഴിച്ച് 2 പേരും മരിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. എന്തൊരു നാടാണിത്, എന്തൊരു കഷ്ടമാണ് പാവപ്പെട്ടവരുടെ കാര്യം. നമുക്കിവിടെ വലിയ വിവാദങ്ങളും തർക്കങ്ങളും, ഭാരതാംബ വേണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പരിപാടി വയ്ക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഐറ്റം. ആ സമയത്ത് മെഡിക്കൽ കോളേജുകളുടെ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെ വേറൊരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പാവങ്ങൾ വട്ടപ്പലിശ എടുത്ത് വട്ടം കറങ്ങുമ്പോഴും നമ്മൾ സുഖിച്ച് അർമാദിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നമ്മൾ കറങ്ങി നടക്കുകയാണ്.